പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂറിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്നത് കർത്താവെ. കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണ ഈശോയെ. അവർ ജീവിത പങ്കാളി, അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികൾ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ട് പോകുമ്പോൾ, ജീവിക്കുമ്പോൾ വളരെ വെടിപ്പും മെനയുമായിട്ട് പോയാൽ നമുക്ക് കൊള്ളാം. എന്താണ് കാര്യം അറിയാം? ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, കണക്കപ്പിള്ള ക്രിസ്ത്യാനി. അപ്പോൾ നിങ്ങളവർക്ക് ഈ കടയിലൊക്കെ കണക്കെഴുതുന്ന പാർട്ടി അങ്ങനെയല്ല. ദൈവത്തോട് എല്ലാം അളന്നും തൂക്കി ചെയ്യുന്ന ആൾക്കാരാണ് കണക്കപ്പിള്ള ക്രിസ്ത്യാനി. അപ്പം കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്കുള്ള പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നോയമ്പ് കാലമല്ലേ, കണക്കപ്പിള്ള ക്രിസ്ത്യാനിയാണോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പം നോയമ്പ് കാലമല്ലേ, നോയമ്പ് കാലം കഴിഞ്ഞു, ഇപ്പം ഉയർപ്പ് കാലമാണ്. ഉയർപ്പ് കാലത്ത് ഇപ്പം നമ്മൾ ഈ നോയമ്പ് കാലത്ത് ചില ആൾക്കാർ പള്ളിയിൽ പോയിരുന്നല്ല, ചില ആൾക്കാരല്ല, എല്ലാവരും തന്നെ പോയി. അപ്പം ചിലർ പള്ളിക്കുരിശിൻ്റെ വഴി കൂടും അല്ലേ, പള്ളിക്കുരിശിൻ്റെ വഴി കൂടെ വെച്ചും വീട്ടിൽ തളർന്ന് വരും. അപ്പോൾ അവർ പറയും, ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, പള്ളിയിലെ കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നല്ല, അത് മതി. കുടുംബ പ്രാർത്ഥന ചെല്ലാത്ത വില്ലന്മാരപ്പം ഉണ്ട്, 2 അപ്പനും മകനോട് ഇരിപ്പുണ്ടേ. തീരുമാനം ആരാണ്? അമ്മ. ഇന്ന് കുരിശിൻ്റെ വഴി വേണ്ട, ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, പള്ളി കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പം ആരോടാണ് ഇത് പറയണത്? കർത്താവിൻ്റെ അടുത്ത് കണക്ക് പറയുന്നത്. കണക്കപ്പിള്ള ക്രിസ്ത്യാനി. ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, കണക്കപ്പിള്ള ക്രിസ്ത്യാനി ഒരിക്കലും ഇവൾക്ക് ഇവന് കർത്താവിനോടൊക്കെ ഒന്ന് ഗതി കിട്ടത്തില്ല. കാരണം നീ എന്തെങ്കിലും കാര്യം നിന്റെ മകള് ഇംഗ്ലണ്ടിലെ അല്ലെ കാനഡയിലെ വിസ പുതുക്കണില്ലെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പറയും, കർത്താവേ വിസ പുതുക്കണില്ല കേട്ടാന്ന് പറയുമ്പോൾ കർത്താവ് എടുത്ത് നോക്കിയും, കണക്കപ്പള്ളിയാണല്ല, അതാ നിന്റെ പേര് അവിടെ കണക്കപ്പള്ളിയെന്ന് എഴുതി വെച്ചിരിക്കണേ. നീ ദൈവത്തിന് കൊടുത്തതിൻ്റെ പിന്നിലെല്ലാം നീ കണക്ക് പറഞ്ഞിട്ടുണ്ട്. കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും കർത്താവിനോട് ഒന്നും വാവിളിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നിന്റെ പേരവിടെ കണക്കപ്പള്ളിയെന്ന് ചേർത്താതിരിക്കണേ. നീ എന്ത് ചെയ്താലും അതിൻ്റെ കണക്ക് പറയും. ഞാൻ 5 തിരി കത്തിച്ചില്ല, എന്നിട്ടും ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല. അതാണ് സംഭവം. 5 തിരി കത്തിച്ചെന്നേ, അതിൽ വേറെ ഒത്തിരി കാര്യം നടന്ന്, അതായത് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലെന്ന്. ഇവള് വിചാരിച്ച കാര്യം നടക്കണം, ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാവണം. ഇതായത് ദൈവമാണ്. ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് കുറേ തരം വികടത്തരങ്ങളുണ്ട് ശരിക്കും. അതുകൊണ്ട് കർത്താവ് പറയേ, അളക്കണ്ട, അളന്നാൽ കുഴപ്പമാണ്. എന്താ കാര്യം? ദൈവത്തിന് അളന്നാൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, ലൂക്ക 6:38, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അളന്ന് കിട്ടും. അതാണ് പക്ഷെ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് വരാൻ പോണ ഗതികേടതാണ്. ഇനിയെങ്കിലും ദൈവമായിട്ട് ഡീലിങ്സിന് ഏർപ്പാടിന് എൻ്റെ മക്കളെ നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യാതിരിക്കരുത്. അതായത് കൊടുക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിൻ്റെ മടിയിലോട്ട് ചെയ്യുന്നു എന്നല്ലേ. അപ്പം കൊടുക്കുന്ന ആൾക്കാരും അതുപോലെ നിങ്ങൾക്ക്, എന്നിട്ട് ഇവിടെ കരിസ്മാറ്റിക്കില്ല ബ്രദർമാരെന്നാണെന്ന് അറിയാമോ, കൊടുക്കുവിനെന്ന് വന്നിട്ട് ഉടനെ പറയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും.
ഇന്ന് ലഭിക്കുന്നതിന് പ്രാധാന്യം കൊടുത്ത് പറയും അമർത്തി കുലുക്കി നിറച്ച് അളന്ന്. പക്ഷേ എന്താ പ്രശ്നം? കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ തന്നെ കൊടുക്കാനാണ് ഈ പറയണത്. എന്താണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് കൊടുക്കുവേൻ, എന്നാൽ അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ പറയണത്. ഇപ്പം മനസ്സിലായില്ലേ? അല്ല 10 കൊടുത്ത 17 കിട്ടുമെന്നല്ല, ഇതെന്ത് ചോടതിയാ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മുകളിൽ പറയുന്ന വാക്കാണിത്. എന്ത് 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. മക്കളെ അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ സീക്വൻസ് നോക്കിയേ. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. അവൻ നിന്റെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അപ്പൊ അവിടെ എന്താ പ്രശ്നം? അതാണ് ആ ഒരു നോമാണത്. നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും. ഓർക്കല്ലേ? അപ്പോഴും മുകളിലത്തെ വചനം എന്താണ്? കൊടുക്കുവിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ലഭിക്കണത് എന്താണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിന്റെ മടിലോട്ട് ചൊരിഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ നീയും കൊടുക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിങ്ങൾ കൊടുക്കുവിൻ. അതാണ് നിങ്ങൾ അളക്കുന്ന അളവുകൾ കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതാണ് ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്ന സംഭവം. അതുകൊണ്ട് പല ആൾക്കാരും അത് വീടിട്ടുണ്ട്. എന്താണ്? നമ്മൾ അല്പം കൊടുത്താൽ മതി, കർത്താവ് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ് തരും. അതിലെ ഇത്തരം നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവ് സത്യം പറയുക നിങ്ങളോട്. എന്താണ് പറയണത്? കൊടുക്കുമെന്നെങ്കിൽ ലഭിക്കുന്ന മുകളിലാണ് ഈ വചനം കിടക്കണത്. നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നുവോ അതുപോലെ നിങ്ങൾക്ക് ലഭിക്കും. അത് കണക്കപ്പുറം ക്രിസ്ത്യാനി ഇനിയെങ്കിലും ദൈവത്തെ ദൈവമായി സ്നേഹിക്കാൻ നോക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൻ്റെ സാക്ഷികളായി ഉയർത്തിയതിന് കൃപാസന മാതാവിനും ദൈവപിതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് ടോം സെബാസ്റ്റ്യൻ, ഇത് എൻ്റെ ഭാര്യ അഞ്ജു, ഇതെൻ്റെ മകൻ എസക്കിയൽ ടോം. ഞങ്ങൾ കാവാലം സെൻറ് തെരേസാസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 2 UK സെറ്റിൽഡാണ്. 2021 മുതൽ 5 വർഷക്കാലമായി ഞാൻ UK എൻ്റെ ഭാര്യ 10 വർഷമായി UK ഞാൻ വിവാഹം കഴിഞ്ഞു, UK ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു ജോലി ലഭിച്ചു. ആ ജോലി ഒരു 2 വർഷം തികയുന്നതിന് മുന്നേ എനിക്ക് നഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ഭാര്യ വീട്ടിലുള്ളവരും ആദ്യമായിട്ടായിരിക്കും അറിയുന്നത്. അപ്പം ഞാൻ ആ ജോലി നഷ്ടപ്പെട്ടു. ഇവൾ മെറ്റേണിറ്റി ലീവിലായി. ആ സമയത്ത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഉടമ്പടിയിലേക്ക് വരികയുമാണ് ചെയ്തത്. ഞങ്ങൾ ഇവൻ്റെ മാമോദിസായ്ക്ക് നാട്ടിൽ വന്നു, കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 9 മാസക്കാലത്തോളം എനിക്ക് ജോലിയില്ലാതിരുന്നു. ഞാൻ അതിനിടയ്ക്ക് പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. നല്ല രീതിയിൽ എല്ലാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ബട്ട് ഒരു ജോലി പോലും കിട്ടുന്നില്ല. അവസാനത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജോലിയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ കയറുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ എന്നോട് വന്നൊരു ടെക്നിക്കൽ ടൈം പറയുകയാണ് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്. അത് ആക്ച്വലി ഇവൾക്ക് എൻ്റെ ജോലി മേഖലയുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. ഇവൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നു, ഇവൾ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഇവൾക്ക് എൻ്റെ ഫീൽഡുമായി യാതൊരുവിധ ബന്ധവുമില്ല. അവൾക്കപ്പോൾ അങ്ങനെ ഒരു ടൈം ഇവൾക്ക് അറിയാനായിട്ട് യാതൊരുവിധ വഴിയില്ല. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് ഇവളിനോട് ആ ടൈം പറയുന്നു. ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, ഇന്ന ടൈം നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ, ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാറുണ്ട്. അപ്പം അവളുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവൾ ചോദിച്ചാണ്. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറിക്കഴിഞ്ഞപ്പം ഇവർക്ക് ആ ഒരു പർട്ടിക്കുലർ കൺട്രിയിലേക്ക് ഷിപ്മെൻറ്റ്സ് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ സർട്ടിഫിക്കേഷൻസ് എല്ലാം റിക്വയർഡാണ്. അപ്പം അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കും. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു തുടങ്ങി, നിങ്ങൾക്ക് ഇന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ടോ? അപ്പം അത് എനിക്ക് നല്ല വെൽ എക്സ്പീരിയൻസ്ഡാണ്, അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവർ മോർ ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ 100% ഉറപ്പിച്ചു, മാതാവ് എനിക്ക് വേണ്ടി ചെയ്തെന്ന അത്ഭുതമാണിത്. അപ്പം എനിക്ക് ജോലി കിട്ടുമെന്നുള്ളത് 100% ഞാൻ ഉറപ്പിച്ചിട്ട് ഞാൻ അന്ന് തന്നെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഞാൻ ആദ്യം ചെയ്ത ഒരു നോട്ട്ബുക്ക് എടുത്ത് സാക്ഷ്യം എഴുതുകയാണ് ചെയ്തത്. എനിക്ക് റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ സാക്ഷ്യം എഴുതി. എനിക്ക് ജോലി ലഭിച്ചു എന്നുള്ള, ഇവിടെ വന്ന് എന്താണ് പറയേണ്ടതെന്നുള്ള രീതി ഞാൻ എഴുതി. ഈ 9 മാസക്കാലം ഞങ്ങൾക്ക് 2 പേർക്കും, ഇവൾ മെറ്റേണിറ്റി ലീവിലാണ്, എനിക്ക് ജോലിയില്ല. ഞങ്ങൾ വളരെയധികം സ്ട്രഗിൾ കൂടെ പോകേണ്ട സിറ്റുവേഷനിൽ ഉടമ്പടിയുടെ ശക്തിയാൽ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായില്ല. എവിടുന്നാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നോ, ഏറ്റവും നല്ല ഭവനത്തിൽ താമസിക്കാനും എല്ലാ രീതികളും, വണ്ടി, ജോലി, ഒരു വരുമാനമില്ലാതെ ഞങ്ങളെല്ലാം സർവൈവ് ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹത്താൽ.
പിന്നെ അച്ഛൻ ബെർമിയാമിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ 3 പേരുടെ ധ്യാനത്തിന് പോയി ഉടമ്പടി എടുത്തു. അപ്പം എൻ്റെ ഓഫീസിൽ തന്നെ ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞ റോളിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അപ്പം അച്ഛനപ്പം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ കയ്യിലെടുത്തുകൊണ്ട് വരണം, നമുക്കത് വെച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾ ആ ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ചുമ്മാ വെറുതെ യോഗ്യതയൊന്നുമില്ല, ഇവർക്ക് അപ്ലൈ ചെയ്യാൻ ആ ക്വാളിറ്റി മാനേജർ എന്നുള്ള റോളിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് യാതൊരുവിധ യോഗ്യതകളും ഇല്ല. അപ്പം ഞങ്ങളത് എടുത്തുകൊണ്ട് ഇരുന്ന് ചുമ്മാ നമുക്കത് അപ്ലൈ ചെയ്യാം, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുഗ്രഹിച്ചാലോ എന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടുകൂടെ അപ്ലൈ ചെയ്തു. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ധ്യാനത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അപ്ലൈ ചെയ്തു. അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മാനേജറായിട്ട് ജോലി തരാൻ പറ്റില്ല, നിനക്കതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല, നിന്നെ ഒരു എഞ്ചിനീയറായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. എഞ്ചിനീയറായിട്ട് എടുത്തു. എഞ്ചിനീയർ ഇപ്പോൾ ഒരു 6 മന്ത്സ് കഴിഞ്ഞു. 6 മന്ത്സിനുള്ളിൽ ഞങ്ങൾ അന്ന് ആ ധ്യാനത്തിൽ എന്താണോ പ്രാർത്ഥിച്ചത്, ദൈവം ആ ഒരു ലെവലിലേക്ക് എൻ്റെ ഭാര്യനെ ഉയർത്തി. അവളിപ്പോൾ ഒരു മാനേജർ ലെവലിൽ ജോലി ചെയ്യാണ് സെയിം കമ്പനിയിൽ. ഞങ്ങൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് ദൈവം എന്നെ 9 മാസം ജോലിയില്ലാതെ ഇരുത്തി എന്തിനെന്നെ കൃത്യമായി ആ കമ്പനിയിൽ കൊണ്ട് എത്തിച്ചു എന്നുള്ളത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്യുന്നു, ഒരേപോലെ കൊച്ചിനെ നോക്കാൻ കൺവീനിയൻ്റാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ചെയ്യാം, ഫ്ലെക്സിബിളാണ്. അപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. ആധ്യാത്മിക ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിൽ പത്രം മേടിച്ചുകൊണ്ട് പോയി, ഇംഗ്ലീഷിലുള്ള പത്രം മേടിച്ചുകൊണ്ട് പോയി അവിടെ ഇംഗ്ലീഷുകാർക്കും പോളിഷുകാർക്കും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കുറേ പേര് കളിയാക്കും, പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ മാക്സിമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കുറേ സാമ്പത്തികമായി കുറേ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മാക്സിമം കഴിയുന്നിടത്തോളം നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന കാണാൻ പോകാറുണ്ട്. കുമ്പസാരം പ്രോപ്പറായി ചെയ്യുന്നുണ്ട്. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം, ഞങ്ങൾക്ക് കൊച്ചിനെന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ വിശുദ്ധ തൈലം പൂശി അവനെ പ്രാർത്ഥിച്ച് അവൻ്റെ പനി അങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഉപയോഗിക്കും. ഉപ്പ് വിതരവും ആവശ്യങ്ങൾ വരുമ്പോൾ. ഇത്ര അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ദൈവമാതാവിനും പരിശുദ്ധ ദൈവപിതാവിനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. സത്യമായും ദൈവപിതാവ് ഇവർക്ക് വലിയ വെളിപ്പെടുത്തലാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നൽകിയിരിക്കുന്നത്. ടോം, അഞ്ജു എന്ന ഈ കുടുംബം കുഞ്ഞിനോടൊപ്പം വന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് UK-യിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിയതിന് ശേഷം അച്ഛൻ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും ആ ധ്യാനത്തിൽ പാലിക്കുകയും ഡെയിലി ബ്രെഡിലും ധ്യാനങ്ങളിലുമെല്ലാം അവർ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് ടോം സാക്ഷ്യപ്പെടുത്തുന്നത് ഭാര്യയ്ക്ക് പോലും 9 മാസം അവിടെ ജോലിയില്ലാതിരുന്ന ഒരു അസ്വസ്ഥതയിൽ ഒരു UK-യിൽ 2 പേർക്കും ഹസ്ബൻഡിനും വൈഫിനും ജോലിയില്ലെങ്കിൽ ജീവിക്കുക വളരെ, അവരുടെ വാഹനം, റെൻറ്റ്, ഇതെല്ലാം വളരെ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയിലെത്തിക്കുന്ന അവരുടെ ജീവിത രീതിയാണത്. പക്ഷേ അവരെ പരിശുദ്ധ അമ്മ താങ്ങി എപ്പോഴും ഈശോയുടെ കൃപയിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ അവസ്ഥ അവർക്ക് ലഭിച്ചതിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. ഇൻ്റർവ്യൂ സമയത്ത് വൈഫിനോട്, അഞ്ജുവിനോട് പറയായിരുന്നു, നിന്നെ ഇവിടെ മാനേജറാക്കി ജോലി ചെയ്യാൻ അപ്പോയിൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, നീ ഒരു എൻജിനീയറായി വർക്ക് ചെയ്താൽ മതി. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ച് വളരെ പെട്ടെന്നാണ് അഞ്ജുവിനെ അവിടെ തന്നെ ഇന്ന് ഒരു ക്വാളിറ്റി മാനേജറായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് 2 പേരും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഫ്ലെക്സിബിളായി കുഞ്ഞിനെ നോക്കാനുള്ള എല്ലാ സാധ്യതകളും. ആദ്യം ഈശോയുടെ രാജ്യവും നീതിയും അന്വേഷിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഈശോ അതിനുള്ള അനുഗ്രഹം നൽകും. പ്രവാസികളായി കഴിയുന്ന മക്കളുടെ എല്ലാ അസ്വസ്ഥതകളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനുള്ള ഒരു ഭാഗ്യം തന്ന അമ്മ മാതാവിന്, ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ലതാ സുരേഷ് എന്നാണ്. ഇത് എൻ്റെ മോളാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ കോട്ടയത്തു നിന്ന് ഇടുക്കിയിലോട്ട് വരുന്ന സമയത്ത് ബസ് കാത്ത് നിൽക്കുമ്പോഴത്തേന് ഒരു സഹോദരി ഓടി വന്ന് ഒരു പത്രം തരികയും ഞാൻ ആ പത്രവുമായിട്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്ത്, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇടയ്ക്കെല്ലാം നോക്കുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്ത്, അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയില്ല. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് റെജിയും റാണിയും ഞങ്ങളോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്.
അങ്ങനെ അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് 2025 ഒക്ടോബർ 7-ാം തീയതി ഉടമ്പടി എടുത്തു. വീട്ടിൽ പിറ്റേ ദിവസം വീട്ടിൽ വന്ന് ഞാൻ ഡെയിലി ബ്രെഡ് കൂടാനും ഒക്കെ തുടങ്ങി. അന്ന് തന്നെ ആദ്യമായിട്ട് കൂടിയപ്പോൾ തന്നെ എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. ആരും എൻ്റെ അടുത്ത് കൈയുടെ അവിടെ നിൽക്കുന്ന പോലെ എനിക്കൊരു സ്പർശനം ഉണ്ടാവുകയൊക്കെ ചെയ്ത്. അത് ഞാൻ എൻ്റെ വീട്ടിലെ ഭർത്താവിനോടും മക്കളോടും ഒക്കെ ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് 2018 പ്രളയത്തിൽ ഞങ്ങളുടെ ഒരു വഴി തകർന്നു പോയായിരുന്നു. അന്നേരം അപ്പം നാട്ടിലുള്ള ഒരു 40 വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അന്ന് അധികാരികളെയൊക്കെ കാണുകയും ഈ വഴിക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി സമരങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് ഈ വഴിയുടെ കാര്യമൊന്നും ശരിയായില്ല. ഞങ്ങളങ്ങനെ ആൾക്കാരെയൊക്കെ കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ടാണ് എടുത്തുകൊണ്ടൊക്കെയാണ് ആശുപത്രികളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയായപ്പം അതങ്ങനെ 8 വർഷം നിന്നു. ഈ 2025 ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും ഒരു ആൾക്കാരോടൊക്കെ പറഞ്ഞ് കമ്മിറ്റി കൂട്, അപ്പോൾ മാതാവ് എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരും. അങ്ങനെ കമ്മിറ്റി കൂടിയപ്പോൾ ഞാൻ ഈ ഉപ്പൊക്കെ ഭർത്താവിൻ്റെ കൊടുത്തു വിടുകയും ആ വഴി കൊണ്ട് ഇടുകയും കമ്മിറ്റി കൂടുമ്പോഴെല്ലാം ഇത് അവിടെ ഇടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു 2 ആഴ്ചയ്ക്കകം പിന്നെ അധികാരികൾ ഇതിൻ്റെ ഞങ്ങൾക്ക് എല്ലാ പേപ്പറുകളെല്ലാം ശരിയാക്കി പിന്നെ 1 കോടി രൂപ അനുവദിക്കുകയും PWD ഈ വഴി ഏറ്റെടുക്കുകയും പിന്നെ അങ്ങനെ ഇത് ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഉടനെ തന്നെ പണി ഇലക്ഷനൊക്കെ വന്നുകൊണ്ടാണ് നടക്കാതിരുന്നത്. ഉടനെ തന്നെ വഴിപ്പണി നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അപ്പോൾ അതൊരു നാട്ടുകാർക്കെല്ലാം സന്തോഷമായി. ഇപ്പം അതിനുശേഷം പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് വന്നിരിക്കുന്നത് എൻ്റെ മോള് BSc നഴ്സിങ്ങിന് 4ാമത്തെ വർഷം പരീക്ഷ എഴുതിയിട്ട് 2-3 തവണ എഴുതിയിട്ട് അവൾക്ക് കിട്ടിയില്ല. അവൾക്ക് എഴുതുമ്പോഴെല്ലാം നല്ലപോലെ പഠിക്കുകയും നല്ല വിജയമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അവസാന വർഷമായപ്പം പരീക്ഷ എളുപ്പമാകും, പക്ഷേ അവൾക്കത് കിട്ടിയില്ല. ഉപ്പ് ഞാൻ കൊടുത്തു വിടുകയും അവൾ ഹാൾ ടിക്കറ്റിലൊക്കെ ഉപ്പിട്ടിട്ടാണ് അവൾ പിന്നെ എക്സാമിനൊക്കെ പോയത്. അങ്ങനെ അവൾ ആ പരീക്ഷയിൽ പാസ്സാകുകയും ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുകയും ചെയ്തു. പിന്നീട് എനിക്ക് ഏറ്റവും വലിയ ഒരു പിന്നെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് കണ്ണിൻ്റെ റെറ്റിനായിക്ക് ഇതുപോലെ ഒരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നെ ഒത്തിരി ഭാരത ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചപ്പം പറഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും പിന്നെ പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അമ്മയ്ക്ക് കണ്ണിന് തിമിരത്തിനൊന്നും പ്രശ്നമില്ലായിരുന്നു, ചെറിയൊരിതേ ഉള്ളായിരുന്നു. അപ്പോൾ കണ്ണിന് പ്രഷറും ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം പിന്നെ ഇവിടെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒരുപാട് പൈസ ആവുന്നതുകൊണ്ട് ഞങ്ങൾ അരവിന്ദിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ചെറിയ ആദ്യം ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പം പറഞ്ഞ് റെറ്റിനയ്ക്ക് വലിയ പ്രശ്നമുണ്ട്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 4 മാസം പൂർത്തിയാകുമ്പോൾ അടുത്ത ഓപ്പറേഷൻ ചെയ്യണം, ചെയ്തില്ല അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും കുറയുമെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺപിള്ളേരേ ഉള്ളൂ, ആങ്ങളമാരൊന്നും ഇല്ല. അന്നേരം പോക്ക് വരവെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കോയമ്പത്തൂർക്ക് പോകുന്നത്. അങ്ങനെ ഞാനും എൻ്റെ സഹോദരിയും കൂടി പല പ്രാവശ്യം അമ്മേനെ അവിടെ കൊണ്ടുപോവുകയും പിന്നെ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ശേഷം ഡോക്ടർ പറഞ്ഞ് 4 മാസം ആകുമ്പോഴത്തേന് വീണ്ടും സ്കാൻ ചെയ്യാൻ വരണം, ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ പോയി സ്കാൻ ചെയ്യാൻ നേരത്ത് എൻ്റെ ഉടമ്പടി തൈലം അമ്മയുടെ നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ച് പിന്നെ സ്കാനിങ്ങിന് കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം അമ്മയുടെ കണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല, ഇനി ഒരിക്കലും ഓപ്പറേഷൻ ഒരിക്കലും ചെയ്യുകയും വേണ്ട, 68 വയസ്സുള്ള ആൾക്ക് 90% കാഴ്ചയുണ്ട്, ജീവിതത്തിൽ ഇനി കണ്ണാടി പോലും വെക്കണ്ടെന്ന് പറഞ്ഞ്. ഞാൻ അന്ന് ഈശോയോട് കയറുന്നതിന് മുമ്പ് ഈ ഒരു വാക്യം ഞാൻ പറഞ്ഞായിരുന്നു, അന്തന് കാഴ്ച കൊടുത്ത കർത്താവേ നീ എൻ്റെ അമ്മയുടെ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് കാഴ്ച കൊടുക്കണേന്ന് പറഞ്ഞു. ശരിക്കും ഒരുപാട് നന്ദി. പിന്നെ വീണ്ടും എൻ്റെ ഭർത്താവിന് ഒത്തിരി വർക്കുകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് മക്കളെ 2 പേരെ നേഴ്സിംഗ് പഠിപ്പിക്കുകയാണ്. അന്നേരത്തേന് പൈസ കൊണ്ടൊന്നും തികയുന്നില്ലായിരുന്നു. ഞാൻ വർക്കുകളൊന്നും കിട്ടാതെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഒത്തിരി നേരം ഉപ്പുമൊക്കെ ഭർത്താവിൻ്റെ നെറ്റിയിൽ തൂക്കുകയും പിന്നെ മാതാവിനോട് ഞാനിത് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിലോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 4 കുറേ വർക്കുകളെല്ലാം ഇങ്ങനെ വരുവാ. ഭർത്താവിനെ ഫോൺ വിളിക്കുക ആൾക്കാരിങ്ങനെ വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും മാതാവ് വരുത്തി തന്നിട്ടില്ല. ഇന്ന് സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു.
പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നടത്തിയത് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടി അവരെയും കൂടെ കൂട്ടി ആശ്രമങ്ങളിലെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി അവർക്കെല്ലാം 10-25 പേർക്ക് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയും അതുപോലെ BSc നഴ്സിങ്ങിന് പഠിക്കുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് ബുക്കും പേനായും പുസ്തകം ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. അവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. 2019 അവൾ മരിച്ചുപോയി, ക്യാൻസർ വന്ന്. അപ്പോൾ മരിക്കുന്നതിന് 1 മാസം മുമ്പ് എനിക്കൊരു ബൈബിൾ കൊണ്ട് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ അവൾ കൂടി ഞാൻ ഈശോയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിനക്ക് എപ്പോൾ ഇത് ആവശ്യം വന്നാലും നീ ഇത് എടുത്ത് നോക്കണം, നിൻ്റെ രാമായണത്തിൻ്റെയൊക്കെ കൂടെ ഇത് വെച്ചോണം എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുകയും എനിക്ക് 2025 ഞാനിത് എടുക്കുകയും തുറന്നു നോക്കുകയും എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ഞാൻ ഈ ബൈബിൾ വായിക്കുകയും വചനങ്ങൾ പഠിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുകയും എടുക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നത്. ഡെയിലി ബ്രെഡ് ഇന്നേ വരെ ഞാൻ ഈ ഉടമ്പടി ഇത് 3ാമത്തെ തവണയാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്നേ വരെ ഇതൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ ഉടമ്പടി ആരാധന കൂടുകയും ഈ ആരാധനയെക്കുറിച്ച് ഞാൻ എൻ്റെ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുകയും അവരെല്ലാം ആദ്യമൊക്കെ അവർക്ക് ഇതായിരുന്നു. വീണ്ടും എന്നോട് അവർ തന്നെ ഇങ്ങോട്ട് പറയുകയും ഉടമ്പടി ധ്യാനങ്ങളെല്ലാം അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം പറയുകയും ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇതെല്ലാം ഈ ധ്യാനങ്ങൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും ഈ ധ്യാനം കൂടുന്നത് എനിക്ക് ഒരുപാട് വലിയ ആശ്വാസമാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും വലിയൊരു ആശ്വാസം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഇതാണ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന. ഞാൻ ഒരിക്കലും കൂടാതിരിക്കുകയില്ല. എന്തെങ്കിലും ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ഇങ്ങനെയൊക്കെ കൂടാതെ ആ സമയത്ത് കൂടാതെ വന്നപ്പോൾ ഞാനത് അന്നത്തെ ദിവസം കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാനതെല്ലാം കൂടി തീർത്ത്, അല്ലെങ്കിൽ എനിക്കത് ഒരു സമാധാനം കിട്ടത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്ക് 2 പേർക്കും എൻ്റെ ഭർത്താവിനും ഇപ്പം ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നാം വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം ഇന്നൊരു ശ്രേഷ്ഠ ജനതയാണ്. ദൈവം സമീപസ്ഥരായ ഒരു പ്രത്യേക ജനതയാണ് ഉടമ്പടി മക്കൾ. ലതാ സുരേഷ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ആ ശ്രേഷ്ഠ ജനതകളുടെ ഇടയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പ്രളയത്തിൻ്റെ സമയത്ത് തകർന്ന ഒരു വഴിക്ക് വേണ്ടിയിട്ട് 8 വർഷത്തോളം അവർ ഓഫീസ് കയറി ഇറങ്ങി. പക്ഷെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം അവർ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ട് ആ വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ വഴിക്കുള്ള പ്രോജക്റ്റ് സാങ്ഷൻ ആവുകയും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്നായിരിക്കുന്നത്. പിന്നീട് മകളുടെ BSc നഴ്സിങ്ങിൻ്റെ പഠനമാണ്. അതും ഒരു നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് BSc കംപ്ലീറ്റ് ആകാൻ സാധിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഹസ്ബൻഡിന് ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടുകളുടെ ദിവസങ്ങളായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒരു അപ്രത്യക്ഷമായ ഒരു ദിവസം പതിവ് പോലെ, പക്ഷെങ്കിൽ അന്ന് പതിവില്ലാതെ കുരിശ് വരച്ച് ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു ജോലി നല്ല രീതിയിൽ പോകുവാനായിട്ട്. അന്ന് ആ ദിവസം തന്നെ കുരിശ് വരച്ച് പുറകോട്ട് മാറിയപ്പോൾ തന്നെ ഫോൺ കോൾ വരുവാൻ തുടങ്ങി. ജോലി കാര്യം മുന്നോട്ട് പ്രോഗ്രസ്സായി. അതും അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. പിന്നീടുണ്ടായിരുന്നത് സൗഖ്യദാതകനായ ഈശോയുടെ ഒരു ഇടപെടലാണ്. അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി 90% തിരിച്ചു കിട്ടുന്നത്. നമുക്കറിയാം, തകർന്ന മനസ്സിനും ഭാരം നിറഞ്ഞ ഹൃദയത്തിനും ദൈവം ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു ഉടമ്പടിയിലൂടെയാണ്. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാനും നിരാലംബരുടെ മുറിവുകൾ കെട്ടാനുമുള്ള ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അന്ധന് കാഴ്ച നൽകിയ ആ ദൈവം ഈ മകളുടെ അമ്മയ്ക്ക് പൂർണ്ണ കാഴ്ച നൽകി കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ അനുഗ്രഹിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്.
ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ആ ദൈവ സാന്നിധ്യമാണ്, നമുക്കൊരു ഉറപ്പാണ്, നമുക്ക് ധൈര്യമാണ് നൽകുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്യുവാനും മറ്റുള്ളവരോട് രമ്യതപ്പെടുവാനും കുടുംബത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷത്തോടെ മുന്നോട്ട് ജീവിതം നയിക്കുവാനും മുന്നോട്ട് കുടുംബടിയാണ് ഇവരെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഓർക്കാം, വിളിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം ഒരു ശ്രേഷ്ഠ ജനതയാണ്, ഉടമ്പടി മക്കൾ. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ദൈവത്തെ വിളിക്കാം, വിശ്വാസത്തോടെ ഉടമ്പടി പാലിക്കാം. ഒരുപക്ഷെ രോഗമാവാം, ഭയങ്ങളാവാം, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വിളിക്കുമ്പോൾ അങ്ങ് എനിക്ക് അടുത്തിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ലതാ സുരേഷിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും മകളുടെ പഠിത്ത കംപ്ലീഷനും സ്റ്റഡി കംപ്ലീഷനും പിന്നെ രോഗശാന്തിക്കും എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.